നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുംവെട്ട് നടത്തിയ സംസ്ഥാന സർക്കാർ ആരെ രക്ഷിക്കാനാണ് ശ്രമം നടത്തിയതെന്ന ചോദ്യം ശക്തമാകുകയാണ്. വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശിച്ചത് ഘടകവിരുദ്ധമായി വൻ കടുംവെട്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ നടത്തിയത്. പുറത്തുവിടരുതെന്ന് നിർദ്ദേശിക്കാത്ത ഭാഗങ്ങളും സർക്കാർ സമർത്ഥമായി ഒളിപ്പിച്ചു. കൂടുതൽ പേജുകൾ പൂഴ്ത്തിവെച്ച് ശരിക്കും സെൻസർ ചെയ്ത റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 5 പേജുകളിലെ 11 ഖണ്ഡികകളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഇതുവരെ ഒഴിവാക്കിയത്. 49 മുതൽ 53 വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയതായാണ് കണ്ടെത്തൽ. 97 മുതൽ 107 വരെയുള്ള 11 ഖണ്ഡികകളാണ് നീക്കിയത്. ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല. ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയവയിൽ പെടുന്നത്. ഈ അതിക്രമങ്ങൾക്ക് മേൽ സർക്കാരിനും പോലീസിനും നടപടി സ്വീകരിക്കാൻ പര്യാപ്തമായത് ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തിനാണ് പുറത്തുവിടാതെ രഹസ്യമാക്കിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം 21 ഖണ്ഡികകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സർക്കാർ ആകെ 129 ഖണ്ഡികകളാണ് വെട്ടിമാറ്റിയത്. വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. 48-ാം പേജിലെ 96-ാം ഖണ്ഡിക പുറത്തുവിടരുതെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളില്ല. ഇതോടെ സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചു എന്നാണ് ആക്ഷേപം. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഈ ഭാഗം ഒഴിവാക്കുന്നത് വ്യക്തമാക്കിയിരുന്നില്ല. സ്വകാര്യതയെ മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന് സർക്കാർ വിശദീകരണം. സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് ഈ വിഷയം ഉന്നയിച്ച് രംഗത്ത് വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കടുംവെട്ടുണ്ടായിട്ടുണ്ടെന്നാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ആരോപിച്ചത്. വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാനാകുമെന്ന അനുമതി നൽകിയ കാര്യങ്ങൾ പോലും പുറത്തുവിടാതെ സർക്കാർ കൂടുതൽ പേജുകൾ അട്ടിമറിച്ചു എന്നാണ് ഹരീഷിന്റെ ആരോപണം. സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ സഹായിക്കാനെന്ന ഈ നീക്കമെന്ന സംശയം ശക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് 96 ആണെന്നും ഹരീഷ് പറയുന്നു. മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ്. അത് കമ്മീഷന് ബോധ്യമുണ്ട്. അവരുടെ പേരുകളും കമ്മീഷന് മുൻപാകെ പറയപ്പെട്ടു എന്നാണ് 96-ാം പാരഗ്രാഫ്. ഇതാണ് മറയ്ക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത്. എന്തിന് ഇതിലെന്ത് സ്വകാര്യത? അപ്പോൾ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ മറച്ച പാരഗ്രാഫുകളുടെ കാര്യത്തിലും സംശയം ഉണ്ടാവുന്നു.